ഭൂമിനാഥൻ സാറിന്റെ ചെറിയമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു, പത്മേടത്തി. നല്ല പൂവമ്പഴത്തിന്റെ നിറവും വലിയ കണ്ണുകളൊക്കെ ആയി. ഏട്ടന് ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്നു അവരായിട്ട്. കുറച്ചു നാള് ഞാനായിരുന്നു ഹംസം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നേ. അന്ന് ഞാൻ സ്കൂളില്. ഏട്ടന് വല്ലാത്തൊരു ഭ്രമമായിരുന്നു അവരോട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ പുറകിലെ പടവൊക്കെ കെട്ടി വലിയ കുളത്തില് മുങ്ങി വിരിച്ചു കിടന്നു. കർക്കിടകത്തിൽ മഴ പെയ്ത് നിറഞ്ഞെടുക്കായിരുന്നു കുളം. കാലേറ്റി വീണാണെന്നും ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു കിട്ടും. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും. ആ സങ്കടത്തില് കുറച്ചു കാലം സന്യാസിയൊക്കെ ആയിട്ട് നടന്നു വരാം. ഇത് പറഞ്ഞപ്പോഴാ നന്ദിതയുടെ ആ കഥ ഓർമ്മ പറഞ്ഞു. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മെല്ലെ മെല്ലെ താണു പോണ കൗസു. അവളുടെ തണുത്തു വിറങ്ങലിച്ച ബോഡി ആരൊക്കെയോ താങ്ങിയെടുത്തോണ്ട് പോകുമ്പോൾ തട്ടുംപുറത്തെ മരേഴിയിട്ട കിളിവാലിലൂടെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരി പാർവതി. പിന്നെ രാത്രി ഉറങ്ങിക്കിടന്ന പാർവതിയെ ചെന്ന് വിളിച്ച് മുങ്ങി താണു പോകുന്നതിന്റെ സുഖം കാണിച്ചു തരാമെന്ന് കൗസു പറയുന്നതും രണ്ട് കൂട്ടുകാരികളും കൂടി നിലാവത്ത് തണുത്ത വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നതും കഥയാണെങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ മനസ്സിൽ നിന്ന് പോണില്ല. അത് പ്രസാദ് വായിച്ചിട്ടുണ്ടോ? പിന്നെ യൂണിവേഴ്സിറ്റി കഥാമത്സരത്തില് നന്ദിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥയാണ്. തോണി വന്നിട്ട് വേണം. പ്രസവം വലിക്കോ? ആ, വല്ലപ്പോഴും. എന്തു പറ്റി? ഒരു മൂഡ് ഓഫ് പോലെ? അതോ ഈ പുഴ വല്ല കഥയും സമ്മാനിച്ചോ? എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കാം, ആലോചിച്ചോളൂ. ഒന്നുമില്ല. മേഘമൽഹാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ കഥയാ. അതിന് വ്യക്തിപരമായൊരു കാരണം കൂടിയുണ്ട്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റ് ആയിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛന് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിന്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തമുള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടി എന്നാണ് വിളിച്ചിരുന്ന എല്ലാവരും. ശരിക്കുള്ള പേരതാണോന്ന് ഓർമ്മയില്ല, പക്ഷേ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കവും ഒക്കെ. ഇന്ത്യ പണങ്ങും. അതിന്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തിക്കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തിക്കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിന്റെ പടവിക്കൂടെ ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഒടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ശ്രീകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് വിഷമിക്കണം കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നെന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണത് തന്നെ നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എന്റെ കണ്ണിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടേയില്ല ആ കുട്ടിയെ. പാവം, ഇപ്പോഴും ഉണ്ടാവുമോ കന്യാകുമാരിയിൽ. പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ളൊരു സ്വപ്നമായിട്ട്. നിങ്ങൾ ഈ എഴുത്തുകാരുടെ ഭാഷ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. പക്ഷെ അത്ഭുതം തോന്നുന്നത് ഇതെങ്ങനെ നന്ദിതയ്ക്ക് ഒരു കഥയായി കിട്ടിയെന്നാണ്.